ഏറ്റവും കുറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. വളരെ ചുരുങ്ങിയ കാര്യങ്ങളെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. നമുക്ക് വേഗം നോക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഒന്ന് ഫാരഡേസ് ലോ ആണ്. ആ ഫാരഡേസ് ലോയിലൂടെ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നും എന്താണ് ബാക്ക് ഇഎംഎഫും എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. അത് കഴിഞ്ഞ് ഉടനെ നമ്മൾ ലെൻസസ് ലോ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പഠിക്കും. അതിനുശേഷം നമ്മൾ മോഷണൽ ഇ എം എഫ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ഡെറിവേഷൻ ഉണ്ട്, ഒരു കുഞ്ഞു ഇക്വേഷൻ ഡിറൈവ് ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് തരം ഇൻഡക്ഷൻസ് ഉണ്ട്. ഒന്ന് സെൽഫ് ഇൻഡക്ഷനും മറ്റൊന്ന് മ്യൂച്വൽ ഇൻഡക്ഷനും. അതുമായി ബന്ധപ്പെട്ട കൊച്ചു കൊച്ചു ഇക്വേഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാനുണ്ട്. ആൻഡ് അത് കഴിഞ്ഞ് നമുക്ക് പ്രധാനപ്പെട്ട ഈ ചാപ്റ്റർ ഒരു ഡെറിവേഷനാണ് എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അത് കഴിഞ്ഞ് ഈ ചാപ്റ്ററിൻ്റെ അവസാനം എ സി ജനറേറ്ററും. നിങ്ങൾ പഴയ സിലബസ് നോക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ ഇപ്പോൾ ചില കാര്യങ്ങൾ ഇൻക്ലൂഡഡ് അല്ല, പ്രത്യേകിച്ച് എഡ്ഡി കറണ്ട് പോലുള്ള കാര്യങ്ങൾ അതിപ്പോൾ പുതിയ സിലബസിൽ ഡിലീറ്റഡ് ആണ്. റെഡി, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ തൊട്ടു മുമ്പുള്ള ഒരു ചെറിയൊരു പ്രീവിയസ് നോളജ് ആവശ്യമുണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ്. ചാപ്റ്റർ നമ്പർ 1 നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് അഥവാ ഫൈ എന്ന് പറഞ്ഞ ടേം പഠിച്ചിരുന്നു. അതുപോലെ തന്നെ നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സ് ആയതുകൊണ്ട് തന്നെ ഫൈ ബി എന്ന് പറഞ്ഞ റെപ്രസെൻറ്റേഷൻ ആണ് കൊടുക്കുക. ഇയാൾക്കൊരു ഡെഫിനീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതുക? ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. അങ്ങനെ പറഞ്ഞാൽ ഇതൊരു സർഫസ് ആണ്. ആ സർഫസ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ ആ സർഫസിന്റെ മൊത്തത്തിലുള്ള സർഫസ് ഏരിയ എസ് ആണെങ്കിൽ ഞാൻ അതിലൊരു കൊച്ചു സർഫസ് ഏരിയ മാർക്ക് ചെയ്യുന്നു. കൊച്ചു സർഫസ് ഏരിയ ഡി എസ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുന്നു. അടുത്തതായിട്ട് അയാൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു വെക്റ്റർ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ പറയുകയാണ്. അതായത് ഈ കുഞ്ഞു സർഫസ് ഏരിയക്ക് ഒരു വെക്റ്റർ ഉണ്ട്, ഇതിനെ ഡി എസ് എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യാണ്. ഇത് നമ്മൾ എവിടെയും ഡിസ്കസ് ചെയ്തിരുന്നു, ഇലക്ട്രിക് ഫ്ലക്സ് പറഞ്ഞപ്പോഴും യൂസ് ചെയ്തിരുന്നു. ചില സ്കൂളുകളിൽ ചില ടീച്ചേഴ്സ് എസിന് പകരം എ എന്ന് യൂസ് ചെയ്യും. അതായത് എ എന്നും ഡി എ എന്നും എഴുതും. അപ്പോൾ ഇവിടെ ഡി എ എന്ന് പറഞ്ഞ വെക്ടർ ആയിരിക്കും. ഏത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇതിലൂടെ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നുണ്ട് വിചാരിക്കാം. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ നമുക്ക് വെക്ടർ ബി എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ അവർക്കിടയിൽ ഒരു ആംഗിൾ തീറ്റ ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഡി ഇപ്പോൾ കുഞ്ഞു സർഫസ് ഏരിയ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു മാഗ്നറ്റിക് ഫ്ലക്സ് ഡി ഫൈ ബി ഈസ് ഈക്വൽ ടു ഈ വെക്ടർ ബി ഡോട്ട് ഡി എസ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ബി ഡി എസ് കോസ് തീറ്റ എന്ന് പറഞ്ഞ് എഴുതാം. ഇനി ഈ സർഫസിലൂടെയുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് കാണാൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ഫൈ ബി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ബി ഡി എസ് കോസ് തീറ്റ. ഇനി പുള്ളിയുടെ എസ് ഐ യൂണിറ്റ് ചോദിക്കാറുണ്ട്. എസ് ഐ യൂണിറ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് എഴുതാം. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെത് ടെസ്ലയാണ്, ഡി എസ് സർഫസ് ഏരിയൻ്റെത് മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ടെസ്ല മീറ്റർ സ്ക്വയർ എന്ന് പറയാം. പക്ഷേ അയാൾക്ക് മറ്റൊരു പേരുണ്ട്, ദാറ്റ് ഈസ് വെബർ. സോ വെബർ ഈസ് ദ എസ് ഐ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സിന്റെ അല്ല, മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് വെബർ. മൂവിങ് ഓൺ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഫാരഡേസ് ലോ ആണ്. വെരി വെരി സിമ്പിൾ. നിങ്ങളൊരു മാഗ്നറ്റ് കൺസിഡർ ചെയ്യാം. ഒരു ബാർ മാഗ്നറ്റ് എടുക്കുന്നു. അയാളുടെ നോർത്ത് ഇവിടെയാണ്, സൗത്ത് ഇവിടെയാണ്. അതിന് ചുറ്റും ആ ലൈൻസ് ഉണ്ടാവുമല്ലോ. ആ ലൈൻസിന്റെ പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓർ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ്. പലപ്പോഴും ചുരുക്കി നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ലൈൻസിനെ തന്നെയാണ്. ശരി, ഇനി ആ മാഗ്നറ്റിനെ നമ്മളൊരു കോയിൽ, ഇതിന് വേണേൽ സോളിനോയിഡ് എന്ന് പറയാം, ഒരു കോയിൽ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ അവിടെ ഒരു ഗാലനോമീറ്റർ ഉണ്ട്. ഗാലനോമീറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ മാഗ്നറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നോർത്ത് ഞാൻ അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള ഫ്ലക്സ് ഇല്ലേ, ആ ഫ്ലക്സ് ഈ കോയിലുമായിട്ട് ലിങ്ക് ചെയ്ത് ചേഞ്ച് ചെയ്യും. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. ഇയാൾ ഇങ്ങനെ പോകുമ്പോൾ അതിലിങ്ങനെ തട്ടിയിട്ട് ചേഞ്ച് ഉണ്ടാവില്ലേ? ആ തട്ടി ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഈ കോയിലിൽ ഒരു ഇ എം എഫ് ഉണ്ടാവും, അഥവാ ഒരു കറണ്ട് ഉണ്ടാവും. അപ്പോൾ അത് കാരണം കറണ്ട് ലെറ്റ്സ് സേ ഇങ്ങനെയാണ് ഒഴുകാന്ന് വിചാരിക്കാം. എന്താ ഇങ്ങനെയാണ് കറണ്ട് ഒഴുകുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ കറണ്ട് ഒഴുകിയാൽ ഇയാൾ ഇങ്ങനെ എന്ത് ചെയ്യും? ഗാലനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ ഫ്ലക്സ് ചേഞ്ച് ചെയ്തപ്പോൾ അവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തു. അങ്ങനെ പുതുതായിട്ട് ഇൻഡ്യൂസ് ചെയ്ത ഇ എം എഫിനെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അങ്ങനെ ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിലൂടെ ഉണ്ടാകുന്ന കറണ്ടിനെ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയാം. ഈ മൊത്തം പ്രോസസ്സ് ഇല്ലേ, ഈ ഇ എം എഫ് ഉണ്ടായി കറണ്ട് ഉണ്ടാകുന്ന മൊത്തം പ്രോസസ്സിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയാം. അപ്പം അതുമായിട്ട് മൈക്കിൾ ഫാരഡേ ഒരു നിയമം പറഞ്ഞു. ആ നിയമം വളരെ സിമ്പിളാണ്. പുള്ളി പറയാണ്, എത്രയാണോ അവിടെ ഉണ്ടാവുന്ന ഇ എം എഫ്, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, അത് എന്തിന് ഈക്വൽ ആണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്.
അതായത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ ചിലപ്പോൾ സ്കൂളുകളിൽ സ്മോൾ ലെറ്റർ ഇ റെപ്രസെന്റ് ചെയ്യാറുണ്ട്, ചില സ്കൂളുകളിൽ ഇതുപോലെ അബ്സലോം വെച്ച് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഏത് എഴുതിയാലും കുഴപ്പമില്ല. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ d∅dt, അതായത് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചിന് ഈക്വൽ ആണ്. ഇനി നമ്പർ ഓഫ് ടേൺസ്, അവിടെ ഒരുപാട് നമ്പർ ഓഫ് ടേൺസ്, ലെറ്റ്സ് സേ ക്യാപിറ്റൽ N നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ ഇക്വേഷൻ നിങ്ങൾ ഇങ്ങനെ എഴുതാം, ഏത് രീതിക്ക് വേണമെങ്കിലും ഈ എഴുതാം. ബേസിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈക്വൽ ടു N × d∅dt. സെറ്റ് അല്ലേ? ഇനി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ SI യൂണിറ്റ് വോൾട്ട് ആണ്. ഒന്ന് ഓർത്ത് വെക്കുക, ഇയാളുടെ SI യൂണിറ്റ് വോൾട്ട് ആണ്. ഇനി ഇതിൽ നിന്ന് ലെൻസസ് ലോ എന്ന് പറഞ്ഞ അടുത്ത ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ലെൻസസ് ലോ സ്റ്റേറ്റ് ചെയ്യാനും എന്താണ് അതിന്റെ അർത്ഥവും പറഞ്ഞുതരാം. ഫാരഡേ പറഞ്ഞ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് ലെൻസ് പറഞ്ഞു. പക്ഷെ ലെൻസ് പറഞ്ഞു ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ്, അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്തിനാണ് ശ്രമിക്കുക? ഒപ്പോസസ് ദ ചേഞ്ച് ഇൻ ഫ്ലക്സ്. എന്താണോ ഇവിടുത്തെ ഫ്ലക്സ് ചേഞ്ച് അതിനെ ഒപ്പോസ് ചെയ്യാനാണ് ഇവിടുത്തെ ഇൻഡ്യൂസ് ഇ എം എഫ് ശ്രമിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എഴുതുക, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഒപ്പോസസ് ദ ചേഞ്ച് ഇൻ ഫ്ലക്സ്. ഈ സ്റ്റേറ്റ്മെന്റിനെയാണ് ലെൻസസ് ലോ എന്ന് പറയാ. ഇനി അയാൾക്കൊരു മാത്തമെറ്റിക്കൽ ഇക്വേഷൻ ഉണ്ട്, വളരെ സിമ്പിൾ ആണ്. നമ്മളുടെ ഫാരഡേസിന്റെ അതേ ഇക്വേഷൻ നിങ്ങൾ എഴുതുക. ഇനി ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ആ മൈനസ് ഉദ്ദേശിക്കുന്നത് ആ ഒപ്പോസ് ചെയ്യുന്നുള്ള അർത്ഥമാണ്. ഇനി എന്തിനാണ് ലെൻസ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസർവേഷൻ ഓഫ് എനർജി ട്രൂ ആവാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇത് കാര്യം പറഞ്ഞത്. അത് ചോദിക്കാറുണ്ട്. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞു തരാം. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ബാർ മാഗ്നറ്റ് ഒരു കോയിലിലോട്ട് മൂവ് ചെയ്യാണ്. അപ്പോൾ കോയിലിലോട്ട് മൂവ് ചെയ്യുമ്പം ലെൻസസ് ലോ പറഞ്ഞ പ്രകാരം എന്താ, അവിടെ എന്ത് ചെയ്യണം, ഫ്ലക്സ് ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യണം. അപ്പൊ നോർത്ത് അതിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ, ആ കോയിലിന്റെ ടുവേർഡ്സ് പോകുമ്പോൾ ആ കോയിൽ എന്തുപോലെ ആക്ട് ചെയ്യും? അതിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ റിപ്പൾഷൻ വേണ്ടേ? അപ്പൊ ഇയാൾ എന്തുപോലെ ആക്ട് ചെയ്യും? ഒരു നോർത്ത് പോലെ ആക്ട് ചെയ്യും. വളരെ സിമ്പിൾ. അപ്പൊ നോർത്തിന്റെ ആ ഒരു ആരോ മാർക്ക് നിങ്ങൾ അങ്ങനെ ഇട്ടേക്ക്, അങ്ങനെ ആരോ മാർക്ക് ഇട്ടേക്ക്, അത് ആ കോയിലും കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ്. വെരി സിമ്പിൾ. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇനി ഞാൻ ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, അതായത് സൗത്തിനാണ് ഞാൻ അതിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ആലോചിച്ചാൽ മതി, സൗത്ത് അങ്ങോട്ട് പോകുമ്പോൾ ആ ഫ്ലക്സ് ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് ഇ എം എഫ് ഉണ്ടാവുക. അപ്പോൾ സൗത്ത് അങ്ങോട്ട് പോകുമ്പോൾ അയാൾക്ക് ഇങ്ങോട്ട് റിപ്പൾഷൻ വേണ്ടേ? അപ്പോൾ ഇയാൾ എന്തായി പ്രവർത്തിക്കും? സൗത്ത് ആയിട്ട് പ്രവർത്തിക്കും. ആരോ മാർക്ക് അതുപോലെ ഇട്ട് കൊടുത്ത് നോക്ക്, ഇവിടെ താഴോട്ട്, ഇവിടെ മുകളിലോട്ട്. അപ്പോൾ ആ രീതിയിലായിരിക്കും സർക്യൂട്ടിൽ അല്ലെങ്കിൽ ആ കോയിലിൽ കറണ്ട് ഒഴുകുക. വെരി സിമ്പിൾ, ഇത് ആലോചിച്ചാൽ മതി. നെക്സ്റ്റ് തിങ്, മോഷണൽ ഇ എം എഫ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ കൺസെപ്റ്റ് ഉണ്ട്. വളരെ സിമ്പിളാണ്. നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ കൺസിഡർ ചെയ്തു. അതിലൊരു കണ്ടക്ടർ ഞാൻ എടുത്തു. കണ്ടക്ടറെ ഒരു സൈഡ് ലെങ്ത് L ആണ്. അതിൽ ഒരു സൈഡ് മൂവബിൾ ആണ്. ഈ സൈഡ് നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യാം. നിലവിൽ ഈ പുള്ളി ആ ഡയറക്ഷനിൽ യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യാണ്. വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡിനെ V എന്നാണ് എടുത്തിരിക്കുന്നത്. അവിടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് B ആണ്. ആ കോയിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് അല്ലേ, ഇയാൾ അതിൽ മൂവ് ചെയ്യുമ്പോൾ ഫ്ലക്സ് ചേഞ്ച് ചെയ്യില്ലേ, അപ്പോൾ അവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യല്ലോ, അപ്പോൾ ഒരു കറണ്ട് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടാവുന്ന കറണ്ട് I എന്നാണ് നമുക്ക് എഴുതാൻ പറ്റുക. I, ഓക്കെ, അവിടെ ഒഴുകുന്ന കറണ്ട് I. എങ്കിൽ അവിടെ മോഷണൽ ഇ എം എഫ്, ബേസിക്കലി അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇ എം എഫിന്റെ ഇക്വേഷൻ BLV എന്നായിരിക്കും. അവിടെ ഒരു മൈനസ് ഉണ്ടാവും ലെൻസസ് ലോ പറഞ്ഞ പ്രകാരം. വെരി സിമ്പിൾ. എങ്കിൽ ഇത് കുഞ്ഞു സംഭവമാണ്, ഒരു 1 മാർക്കിന് ചോദിക്കാറുണ്ട്. എടാ ഈ ക്ലാസ് എങ്ങനെയുണ്ട്? കിഡിലനല്ലേ? നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട് വേണ്ടേ? ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ നോട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് എന്നെ മസ്റ്റായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിനും മസ്റ്റായിട്ട് നിങ്ങൾ ഇതിൻ്റെ നോട്ടും ഷെയർ ചെയ്യണം, വീഡിയോ ലിങ്കും ഷെയർ ചെയ്യണം. ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട 2 ടൈപ്പ്. ഇൻഡക്ഷൻ എന്നുള്ള പ്രോസസ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് പുള്ളി ഇൻഡക്ഷൻ നമ്മൾ പറയുന്നു. അത് 2 തരത്തിലുണ്ട്. ഒന്ന് സെൽഫ് ഇൻഡക്ഷനും മറ്റൊന്ന് മ്യൂച്വൽ ഇൻഡക്ഷനും. നമുക്ക് 1 by 1 ഒറ്റ സ്ലൈഡിൽ കമ്പയർ ചെയ്ത് പഠിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. സെൽഫ് ഇൻഡക്ഷൻ പേരിൽ തന്നെ ഉണ്ട്, അവിടെ ഒരു കോയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒറ്റ കോയിൽ. ഇനി മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നിലധികം കോയിൽസ് ഉണ്ടാവും, മോർ ദാൻ 1 കോയിൽ. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇത് കോയിൽ 1 ആണ്, അപ്പൊ മറ്റൊരു കോയിൽ 2 അവിടെ ഉണ്ട്. അപ്പൊ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇത് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് അതിലോട്ട് വരാം. റെഡി? അപ്പം അവിടെ ഞാനൊരു AC സോഴ്സ് ആണ് ഘടിപ്പിക്കുന്നത്. എന്നിട്ട് നമ്മൾ സർക്യൂട്ടൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് ചെയ്യും? കറണ്ട് ഒഴുകും. ആ കറണ്ട് ഒഴുകുമ്പം ആ പുള്ളി എന്ത് ചെയ്യുന്നു? ആ പുള്ളി അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു അല്ലേ? ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി വരുന്ന സമയത്ത് ഇയാളിൽ തന്നെ
ഇയാളുടെ മാഗ്നറ്റിക് ഫീൽഡിലെ ചേഞ്ച് കാരണം അയാളിൽ തന്നെ ആ കോയിലിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു EMF ഉണ്ടായി വരുന്നു. അതാണ് അവിടുത്തെ ഇൻഡ്യൂസ്ഡ് EMF. അത് എന്തിനെ ഒപ്പോസ് ചെയ്യും? നമ്മളെ ലെൻസസ് ലോ പറഞ്ഞ പോലെ അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അയാളെ ബാക്ക് EMF എന്നും വിളിക്കാറുണ്ട്. എന്താണ് ബാക്ക് EMF എന്ന് വിളിക്കാറുണ്ട്. ഇനി ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം, ഇവിടെ ഉണ്ടാകുന്ന ആ ഫ്ലക്സ് ഇല്ലേ, ആ ഫ്ലക്സ് ഫൈ വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എത്ര കറണ്ട് ആണ് ഇവിടെ ഒഴുകുന്നത് എന്ന്. അപ്പൊ ഫൈ പ്രൊപ്പോർഷണൽ ടു ഐ എന്നാണ്. അപ്പൊ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് ഒരു കോയിൽ മാത്രമായതുകൊണ്ട് സെൽഫ് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന എൽ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് കൊണ്ടായിരിക്കും. ആ പുള്ളിയുടെ പേര് സെൽഫ് ഇൻഡക്റ്റൻസ് എന്നാണ്. സെൽഫ് ഇൻഡക്റ്റൻസ് എന്നാണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടി, ഫൈ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഐ. ഇനി ഇതുപോലെ ഒരുപാട് നമ്പർ ഓഫ് ടേൺസ് ഉള്ള കേസ് ആണെങ്കിലോ, n ടേൺസ് ഉള്ള ഇക്വേഷൻ ആണെങ്കിലോ, നമ്മൾ n ഫൈ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഐ എന്ന് എഴുതും. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇവിടെ ഉണ്ടായ ഇൻഡ്യൂസ്ഡ് EMF ഇല്ലേ, ഇൻഡ്യൂസ്ഡ് EMF ബാക്ക് EMF എന്ന് വിളിക്കാം. ആ പുള്ളിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, E ഈസ് ഈക്വൽ ടു മൈനസ് എൽ ഡി ഐ ബൈ ഡി ടി. മൈനസ് എൽ ഡി ഐ ബൈ ഡി ടി. മൈനസ് എവിടെ നിന്ന് വന്നു? ലെൻസസിലോ വന്നു. ഈ സൈഡ് ക്ലിയർ അല്ലേ? എങ്കിൽ നമുക്ക് അവിടേക്ക് പോകാം. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നിലധികം കോയിൽ ഉണ്ടാവും. അപ്പൊ ഇവിടെ കോയിൽ 1 നമ്മളെ n നമ്പർ ഓഫ് ടേൺസ് ആണുള്ളത്. അതിലൂടെ ഒഴുകുന്ന കറണ്ട് I1 ആണ്. കോയിൽ 1 I1, അവിടെ നമ്പർ ഓഫ് ടേൺസ് N1. അവിടെയാണ് നമ്മൾ ഒരു AC സോഴ്സിനെ ഘടിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ പരിസര പ്രദേശത്തായി കോയിൽ 2 ഉണ്ട്. കോയിൽ 2 N2 എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ടേൺസ് ആണ്. അവിടെ നിലവിലെ കറണ്ടോ അവിടെ മറ്റ് AC സോഴ്സുകളോ ഒന്നുമില്ല. ഇനി നമ്മൾ സർക്യൂട്ട് ഒക്കെ ഓൺ ആക്കി എന്താ സംഭവിക്കുക? ഇതിലൂടെ ഈ I1 കറണ്ട് ഒഴുകുമ്പോൾ ഇയാൾ എന്ത് സംഭവിക്കും? ഇയാൾ മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും അല്ലെ? മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. അയാളെ ഫ്ലക്സ് φ1 എന്ന് വിളിക്കാം. കുഴപ്പമുണ്ടോ? ഇല്ല. ആ ഫ്ലക്സ് പോയിട്ടാണ് എന്ത് സംഭവിക്കുക? ഈ N2 എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ടേൺസ് ഉള്ള കോയിലിൽ പോയിട്ട് എന്ത് ചെയ്യുക? ഒരു EMF ഡെവലപ്പ് ചെയ്യുക. അപ്പൊ ഇയാളുടെ ഫ്ലക്സ് ചേഞ്ച് കാരണം, കോയിൽ 1 ഫ്ലക്സ് ചേഞ്ച് കാരണം കോയിൽ 2 ഒരു EMF ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇയാളുടെ ഫ്ലക്സ് ചേഞ്ച് കാരണം ഇയാളിൽ എന്ത് ചെയ്യുന്നു? ഒരു EMF ഡെവലപ്പ് ആകുന്നു. മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പൊ അതിന്റെ ഇക്വേഷൻ എഴുതുക. നമ്മൾ n ടേൺസ് പറഞ്ഞ പോലെയാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് കോയിൽ 2ന്റെ കേസിലാണ് പറയുന്നത്. കോയിൽ 2 ലിങ്ക് ചെയ്ത ഫ്ലക്സ് φ2 ആണ്. കോയിൽ 2ന്റെ നമ്പർ ഓഫ് ടേൺസ് N2 ആണ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്യുവർലി കോയിൽ 2 ആയി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കോയിൽ 2ന്റെ കേസിൽ അതിലെ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു φ2. അത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? കറണ്ട് ഇതിലൂടെ ഒഴുകുന്ന കറണ്ടിനല്ല പ്രൊപ്പോർഷണൽ ആവാം. ഏതാ? കോയിൽ 1 ഒഴുകുന്ന കറണ്ട് I1 പ്രൊപ്പോർഷണൽ. അത് നിങ്ങൾ തെറ്റിക്കരുത്, ആ നമ്പറിങ് തെറ്റിക്കരുത്. അപ്പോൾ N2 ഇൻറ്റു φ2, കോയിൽ 2 ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സ് N2 ഇൻറ്റു φ2 വിൽ ബി പ്രൊപ്പോർഷണൽ ടു കോയിൽ 1 ഒഴുകുന്ന കറണ്ട്. അതുകൊണ്ടാണ് N2 φ2 പ്രൊപ്പോർഷണൽ ടു I1 എന്ന് എഴുതുക. ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? വേണം. ഇത് മറ്റൊരാൾ ഉണ്ടാക്കുന്നതല്ലേ. അപ്പൊ അവിടെ സെൽഫ് ഇൻഡക്ടൻസ് ആണ് കോൺസ്റ്റന്റ് എങ്കിൽ ഇവിടെ മ്യൂച്വൽ ഇൻഡക്ടൻസ് M എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ N2 φ2 ഈസ് ഈക്വൽ ടു M ഇൻറ്റു I1. ഈ M എന്ന് പറഞ്ഞാൽ ആരുടെ മ്യൂച്വൽ ഇൻഡക്ടൻസാ? കോയിൽ 2ന്റെ മ്യൂച്വൽ ഇൻഡക്ടൻസാ. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ഇവിടെ M2 എന്ന് എഴുതാറുണ്ട്. ജനറലി M എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ L എന്ന് പറഞ്ഞ സെൽഫ് ഇൻഡക്ടൻസ്, M എന്ന് പറഞ്ഞ മ്യൂച്വൽ ഇൻഡക്ടൻസ്. രണ്ടുപേരുടെയും SI യൂണിറ്റ് സെയിം ആണ്. ഹെൻറി അഥവാ H എന്നാണ് പുള്ളിയുടെ സിമ്പിൾ വരുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇവിടുത്തെ കേസിൽ ഇൻഡ്യൂസ്ഡ് EMF E ഈസ് ഈക്വൽ ടു മൈനസ് എൽ ഡി ഐ ബൈ ഡി ടി എന്ന് എഴുതുമ്പോൾ ഇവിടെ ഒരാളല്ലേ ഉള്ളൂ, നമ്പർ ഒന്നും കൊടുക്കണ്ട. എന്നാൽ മ്യൂച്വൽ ഇൻഡക്ടൻസിൽ ഇൻഡ്യൂസ്ഡ് EMF ഇൻ കോയിൽ 2, നമ്മൾ കോയിൽ 2ന്റെ കഥയല്ല പറയുന്നത്. അപ്പൊ അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഇവിടെ E2 എഴുതാറുണ്ട്, കുഴപ്പമില്ല. E ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇവിടെ മൈനസ് ഉള്ള പോലെ അവിടെ മൈനസ് ഉണ്ട്, ഇവിടെ L ഉള്ള പോലെ അവിടെ M ഉണ്ട്. ഇവിടെ ഡി ഐ ബൈ ഡി ടി ഉള്ളൂ, ഇവിടെ എന്തായിരിക്കും? dI1 ബൈ ഡി ടി ആയിരിക്കും. പഠിച്ചു കഴിഞ്ഞു നിങ്ങൾ, സെൽഫ് ഇൻഡക്ടൻസും മ്യൂച്വൽ ഇൻഡക്ടൻസും പഠിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ പ്രധാനപ്പെട്ട ഒരു 2 or 3 മാർക്കിന്റെ ഡെറിവേഷൻ ആണ് സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് എ കോയിൽ. അതായത് ഒരു സിംഗിൾ കോയിലിന്റെ സെൽഫ് ഇൻഡക്ടൻസ് ഡിറൈവ് ചെയ്യാൻ സിമ്പിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോയിൽ കൺസിഡർ ചെയ്യാം. അയാളുടെ ലെങ്ത് സ്മോൾ ലെറ്റർ L, അതിൽ ക്യാപിറ്റൽ N ടേൺസ് ഉണ്ട്.
അതിലൂടെ ഒഴുകുന്ന കറണ്ട് ഐ ആണെന്ന് വിചാരിക്കാം. ക്ലിയർ അല്ലേ? എങ്കിൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ, അതായത് കഴിഞ്ഞ ചാപ്റ്ററിൽ മൂവിംഗ് കോയിൽ ആൻഡ് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. സ്മോൾ ലെറ്റർ എന്നിനെ ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ എൽ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. ഓർ ഈ ക്യാപിറ്റൽ എൻ കാണാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് നമുക്ക് ആവശ്യമുണ്ട്, അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് എന്താ? ഇവിടുത്തെ സെൽഫ് ഇൻഡക്റ്റൻസ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ആ ഒരു ചാപ്റ്റർ തന്നെ പഠിച്ചൊരു ഇക്വേഷൻ ആണ് ഫൈ. അവിടുത്തെ ഫ്ലെക്സ്, അവിടെ ഉണ്ടാവുന്ന ഫ്ലെക്സ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ബി ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഈ ഇക്വേഷൻ ചാപ്റ്റർ നമ്പർ 4 പഠിച്ചാൽ അവിടെ നിങ്ങൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ മതി. ഇനി അവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഇത് തന്നെയല്ലേ ഒരു സോളിനോയിഡ്, ഒരു കോയിൽ എന്ന് പറഞ്ഞാലല്ലേ സോളിനോയിഡ്. സോളിനോയിഡിന്റെ അകത്തുള്ള സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ നിങ്ങൾ ഇങ്ങനെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ബി സിക്വൽ ന്യൂ സീറോ എൻ ഐ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്പർ 4 ആംപിയർ സർക്യൂട്ട് ലോന്റെ ഭാഗമായി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അത് എവിടെ കൊണ്ടുപോയി കൊടുക്കുക? ഈ കാണുന്ന ബിക്ക് ആ വാല്യൂ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്ലിയർ? അതിന്റെ കൂടെ ഈ കാണുന്ന എന്നിന് ആരെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഈ കാണുന്ന എൻ ഇൻറ്റു എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞാൽ ഉത്തരായി. അതായത് ഫൈ ഈസ് ഈക്വൽ ടു ബിക്ക് പകരം എന്താ? ന്യൂ സീറോ എൻ ഇൻറ്റു ഐ. ഈ എന്നിന് പകരം ആര് വന്നു? എൻ ഇൻറ്റു എൽ വന്നു. അപ്പൊ എല്ലാം കൂടി ഇങ്ങനെ നിരത്തി എഴുതി അതിൽ എൻ ഇൻറ്റു എൻ ഒക്കെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. ന്യൂ സീറോ എൻ സ്ക്വയർ എൽ ഇൻറ്റു എ ഇൻറ്റു ഐ എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ കിട്ടും. ഇയാൾ ആരുമായിട്ട് കമ്പയർ ചെയ്യുക? ഫൈ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഐ. എവിടെ? ഫൈ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഐ ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തേ. കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഫൈ ഉണ്ട്, ഇവിടെ ഫൈ ഉണ്ട്, ഇവിടെ ഐ ഉണ്ട്, ഇവിടെ ഐ ഉണ്ട്. അപ്പൊ ബാക്കിയുള്ളവരാരാ? ഇവിടെ ഉള്ള എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സെൽഫ് ഇൻഡക്റ്റൻസ് പറഞ്ഞാൽ ആരാ? ഈ കാണുന്ന ന്യൂ സീറോ എൻ സ്ക്വയർ എൽ ഇൻറ്റു എ ആണ്. അപ്പൊ എഴുതിക്കേ, എൽ ഈസ് ഈക്വൽ ടു ന്യൂ സീറോ എൻ സ്ക്വയർ എൽ ഇൻറ്റു എ. ഡെറിവേഷൻ ക്ലിയർ ആയല്ലോ? 2 or 3 മാർക്ക്. നിങ്ങൾക്ക് ഇതുവരെ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് റീവാച്ച് ചെയ്യണം. ഇതിന്റെ ഫുൾ ലെങ്ത് ക്ലാസ്സും കാണണം. ഇത് ഏറ്റവും സിമ്പിൾ വേർഷൻ ആണെന്ന് മാത്രം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഇനി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് 2 കോയാക്സിയൽ കോയിൽ എന്ന് പറഞ്ഞ ഡെറിവേഷൻ ഉണ്ട്. ഇത് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇൻ ലെങ്ത് പറയുന്നില്ല. ഇത് ഇതിന്റെ ഫുൾ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ കണ്ടുപഠിക്കണം. കാരണം അല്പം ലെങ്തി ഡെറിവേഷൻ ആണ്. ഒരു 10 മിനിറ്റ് ഇവിടെ സ്പെൻഡ് ആവും. അപ്പൊ ഇത് ഷോർട്ട് വേർഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. എന്താന്ന് പറഞ്ഞുതരാം. ഇവിടെ 2 കോയിലുണ്ട്. ഉള്ളിലൊരു കോയിലുണ്ട്. അതിലെ നമ്പർ ഓഫ് ടേൺസ് N1 അയാളുടെ റേഡിയസ് R1. അതിന് അതേ ആക്സിസ് വരുന്ന, അതേ സെന്റർ വരുന്ന രീതിയിൽ കുറച്ചുകൂടി വലിയൊരു കോയിൽ അതിന്റെ പുറത്തുണ്ട് കേട്ടോ. അതിലെ നമ്പർ ഓഫ് ടേൺസ് N2 ആയിരിക്കും എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി 2 പേരുടെ ലെങ്ത് എന്താണ്? L ആണ്. സെയിം ലെങ്ത് ഉള്ളവരാണ്. ആകെ വ്യത്യാസം അവരെ റേഡിയസിലാണ് കേട്ടോ. ആൻഡ് അതിന്റെ ഡെറിവേഷൻ നിങ്ങൾ ചെയ്തു വരുമ്പോൾ മനസ്സിലാകും ഇതിലെ 2 കോയിലിന്റെയും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് സെയിം ആയിരിക്കും. അതിന്റെ കേസിൽ M ഈസ് ഈക്വൽ ടു ന്യൂ സീറോ N1 ഇൻറ്റു N2 പൈ R1 സ്ക്വയർ ഇൻറ്റു എൽ എന്ന് പറഞ്ഞൊരു ഡെറിവേഷൻ ഉണ്ട്. ഫുൾ ലെങ്ത് ക്ലാസ്സിൽ നിങ്ങൾ കാണാം. അറ്റ്ലീസ്റ്റ് ഇക്വേഷനിൽ ഓർത്തു വെക്കുക. ചില വർഷങ്ങളിൽ ഇത് ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഠിക്കാൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇനി ഈ ചാപ്റ്ററിലെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഡെറിവേഷൻ ആണ് എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ. ഒരു ഇൻഡക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇയാൾ ഒരു AC സോഴ്സിൽ ഘടിപ്പിക്കാം. AC സോഴ്സിൽ ഘടിപ്പിക്കാം. സ്വാഭാവികമായിട്ട് ഒരു കറണ്ട് ഒഴുകും അല്ലേ? അപ്പൊ ആദ്യം ഒഴുകുന്ന കറണ്ടിനെ ഇവിടെ ഉണ്ടാവുന്ന ബാക്ക് EMF എന്ത് ചെയ്യും? അത് ഒപ്പോസ് ചെയ്തുകൊണ്ട് ഇല്ലാണ്ടാക്കും. അപ്പൊ ആദ്യം ഉണ്ടാവുന്ന കറണ്ടിനെ അതിനൊക്കെ പുള്ളി നള്ളിഫൈ ചെയ്യും. എന്നാൽ അൾട്ടിമേറ്റ്ലി ഈ സർക്യൂട്ടിൽ കറണ്ട് സ്ഥാപിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യണം? ഈ AC സോഴ്സ് എന്ത് ചെയ്യണം? ഈ ബാക്ക് EMFനൊക്കെ മറികടന്നുകൊണ്ട് ഒരു വർക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് പറയാം വർക്ക് ഡൺ ടു ചാർജ് ഇൻഡക്ടർ. അതായത് ഒരു സർക്യൂട്ടിൽ കറണ്ട് സ്ഥാപിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇൻഡക്ടറിൽ കറണ്ട് അൾട്ടിമേറ്റ്ലി സ്ഥാപിക്കാൻ വേണ്ടി നമ്മളുടെ AC സോഴ്സ് ഒരു വർക്ക് ചെയ്യണം. ആ വർക്ക് ഡൺ ടു ചാർജ് ഇൻഡക്ടർ. എത്ര വർക്കാണോ ചെയ്യേണ്ടത് ഈ ഇൻഡക്ടറിന്റെ മുകളിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. ഏത് പൊട്ടൻഷ്യൽ എനർജി? ഇത് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? അപ്പോൾ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. ഇനി ആ കുഞ്ഞു വർക്ക് ഡൺ കാണാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാം. കുഞ്ഞു വർക്ക് ഡൺ DW ഇസ് ഈക്വൽ ടു പവർ ഇൻറ്റു DT എന്ന് എഴുതാം. PDT എന്ന് പറഞ്ഞ് എഴുതാം. അത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ W അത് തന്നെ ആയിരിക്കും ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ്. U ഇസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഡൺ. ടോട്ടൽ വർക്ക് ഡൺ കാണാൻ ഇയാൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രൽ PDT. ഇനി നമുക്കറിയാം ഇലക്ട്രിക് പവർ P ഇസ് ഈക്വൽ ടു E ഇൻറ്റു I അല്ലെങ്കിൽ I ഇൻറ്റു V എന്നാണ്. വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന് ലോജിക്ക് ആലോചിച്ചാൽ മതി. അപ്പൊ ഇവിടെ വോൾട്ടേജ് അല്ല, ഇവിടെ EMF ആണ്. E ഇൻറ്റു I. V ഇൻറ്റു I പോലെ E ഇൻറ്റു I DT എഴുതുന്നു.
ഇത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം. ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ് എൽ ഡി ഐ ബൈ ഡി ടി. എവിടെ ഏതാ ഇവിടെ പഠിച്ചിട്ടുണ്ട്. എൽ ഡി ഐ ബൈ ഡി ടി. ആ മൈനസ് സൈൻ മൈൻഡ് ചെയ്യേണ്ട. എൽ ഡി ഐ ബൈ ഡി ടി. ബാക്കിയുള്ള ഐ ഡി ടി അവിടെ ഉണ്ട്. ഈ ഡി ടി ക്യാൻസൽ വരും. ബാക്കി എൽ കോൺസ്റ്റന്റ് ആണ്, പുറത്തോട്ട് എടുക്കുന്നു. ഇന്റഗ്രൽ ഐ ഡി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സ്ക്വയർ ബൈ 2 ആയിരിക്കും. സിംപ്ലിഫൈ ചെയ്താൽ യു വിൽ ഗെറ്റ് യു ഇസ് ഈക്വൽ ടു ഹാഫ് എൽ ഐ സ്ക്വയർ. ഡെറിവേഷൻ ആണ്, പഠിച്ചേക്കണം, പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. റെഡി. ഇനി എ സി ജനറേറ്റർ കഴിഞ്ഞു. ലാസ്റ്റ് ടോപ്പിക് എ സി ജനറേറ്ററിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എ സി ജനറേറ്റർ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആരെ? കറണ്ട് ഉണ്ടാക്കാൻ പറ്റും, ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എ സി ജനറേറ്റർ. അപ്പൊ അയാളുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഈ ചാപ്റ്ററിന്റെ പേര് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതായത് ഇയാളെ പാർട്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ ചാപ്റ്ററിന് ചോദ്യം വരാം, ഈ ചാപ്റ്ററിന് ടോപ്പിക്കും ചോദ്യം വരാം, ഇതിന്റെ പാർട്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പാർട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്ന സാധനം ഇല്ലേ, ഈ കാണുന്ന സാധനത്തിന്റെ പേരാണ് കോയിൽ, അല്ലെങ്കിൽ ആർമേച്ചർ കോയിൽ എന്ന് എഴുതിയാലും ഓക്കെയാണ്. ഇനി രണ്ട് സൈഡിലും എന്തുണ്ട്? ഓരോരോ പോൾസ് ഉണ്ട്, ബേസിക്കലി മാഗ്നറ്റ്സ് ഉണ്ട്. പിന്നെ എന്താ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് റിങ്ങുകൾ കാണാം, രണ്ട് വട്ടങ്ങൾ കാണാം. ഇവരെ പേര് സ്ലിപ്പ് റിങ് എന്നാണ്. ഇനി അത് ഘടിപ്പിക്കാൻ വേണ്ടി ഇവിടെ കണ്ടല്ലോ സ്പ്രിങ് പോലെ കണ്ടല്ലോ, ആ പുള്ളിയുടെ പേരാണ് കാർബൺ ബ്രഷസ്. ആ സ്പ്രിങ്ങുമായി ബന്ധപ്പെട്ട ആ ഒരു സംഭവമാണ് കാർബൺ ബ്രഷസ്. ഇത്രയും ഇതിന്റെ പാർട്സ് നിങ്ങൾ പഠിക്കേണ്ടേ ഉള്ളൂ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് വളരെ സിമ്പിളായി പറഞ്ഞുതരാം. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ കോയിലിനെ കറക്കുന്നു. മെക്കാനിക്കൽ എനർജി വെച്ച് നമ്മൾ ഈ കോയിലിനെ എന്ത് ചെയ്യുന്നു? കറക്കുന്നു. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച പോലെ നമ്മൾ ഈ കോയിലിനെ കറക്കുന്നു. അപ്പൊ അയാൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാ? ആ മാഗ്നറ്റിക് ഫീൽഡിലാണ്. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സിൽ ആ കോയിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യാണ് അല്ലെ. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ചേഞ്ച് ചെയ്യും. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവും. ആ ഇ എം എഫ് നമുക്ക് എന്ത് ചെയ്യാം? പുറത്തോട്ട് ആൾട്ടർനേറ്റിംഗ് ഇ എം എഫ് ആയി പുറത്തോട്ട് കൊണ്ടുപോകാം. നമുക്ക് എന്ത് ചെയ്യും? നമുക്കൊരു കറണ്ട് കിട്ടും. ബേസിക്കലി ഒരു കറണ്ട് കിട്ടി നമുക്ക് പറയാം. അപ്പൊ അതിന്റെ വളരെ സിമ്പിൾ ആയ ഒരു ഡെറിവേഷൻ ഉണ്ട്. അവിടെ എത്രത്തോളം ഇ എം എഫ് ആണ് ഇൻഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞ ഒരു സിമ്പിൾ ഡെറിവേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടുത്തെ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു എൻ ബി എ എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ഇവിടെ പ്രശ്നമുണ്ട്. ഇവിടെ ഇയാൾ കറങ്ങുന്ന ആംഗുലാർ സ്പീഡും ആംഗിളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പം എൻ ബി എ കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞ് എഴുതാം. ഒമേഗ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആംഗുലാർ സ്പീഡ്, ആംഗുലാർ ഫ്രീക്വൻസി. റെഡി. രണ്ട് സൈഡും ഡി ബൈ ഡി ടി ചെയ്തേ. സോ ഡി ഫൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എൻ ബി എ കോസ് ഒമേഗ ടി. അതുപോലെ എഴുതി. ഇനി ഡി ഫൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആരാ? മൈനസ് ഇ അല്ലേ, കാരണം ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബൈ ഡി ടി ആണ്. അപ്പൊ ഡി ഫൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് ഇ. ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എൻ ബി എ കോൺസ്റ്റന്റ് ആണ്. കോസ് ഒമേഗ ടി, കോസിൻ്റെത് മൈനസ് സൈൻ ആണ്. ആ മൈനസ് ഇട്ടു, സൈൻ ഇവിടെ ഇട്ടു. ഒമേഗ ടീന്റെ ഡിഫറൻഷ്യൽ എന്തായിരിക്കും? ഒമേഗ ടീന്റെ ഡിഫറൻഷ്യൽ ഒരു ഒമേഗ വരും. ആ ഒമേഗയുടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ആ മൈനസും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇ ഈസ് ഈക്വൽ ടു എൻ ബി എ ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. ഇതിങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന ടേം എൻ ബി എ ഒമേഗ, എന്താണ് എൻ ബി എ ഒമേഗ എന്ന് പറഞ്ഞ ടേമിന് E0 എന്ന് പറഞ്ഞ ഒരു ടേം ആയിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. അപ്പൊ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നിങ്ങളുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആയ ആൾട്ടർനേറ്റിംഗ് കറന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇതിന്റെ ഫുൾ ലെങ്ത് ക്ലാസ് കൂടി കണ്ടിട്ട് ഒരു റിവിഷൻ ആയിട്ട് വീണ്ടും ഇത് ഒന്നുകൂടി ഉപയോഗിച്ചാൽ പെർഫെക്റ്റ് ആയിരിക്കും. ആൻഡ് ഈ എ സി ജനറേറ്ററിന്റെ ഫൈനൽ ആയിട്ടുള്ള നമ്മളുടെ ഗ്രാഫിന്റെ ഷേപ്പ് നിങ്ങൾ ആലോചിക്കുക. ആ ഷേപ്പ് എന്തായിരിക്കും? അതൊരു സൈനുസോയിഡൽ വേവ് ആയിരിക്കും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എവിടെയാണ്? എ സി എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വേഴ്സസ് ടൈം പീരീഡ് ഗ്രാഫ് അതൊരു സൈനുസോയിഡൽ വേവ് ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്.